CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ലോക്കർ ഇഡി തുറന്നു പരിശോധിക്കും. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. CMRLനെതിരെ കോടതിയിൽ ശക്തമായ വാദമുയർത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. തെളിവുകൾ മുദ്രവെച്ച കവറിൽ നൽകും. റെയ്ഡിൽ നിന്ന് കിട്ടിയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം ഊർജിതമാക്കുകയാണ് ED. അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരിക്കുന്ന ഹർജിയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ED നീക്കം. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് EDക്ക് വേണ്ടി ഹാജരാകുന്നത്. അതേസമയം തന്നെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ED പിടിച്ചെടുത്ത രേഖകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. EDയെ സംബന്ധിച്ചിട്ട് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് EDയുടെ വാദം. SFIO സമർപ്പിച്ചിരിക്കുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് EDയുടെ നീക്കം. പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് പരിശോധിച്ചപ്പോൾ ആ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അത് പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ EDക്ക് ഇതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് EDയുടെ വാദം. അങ്ങനെയാണ് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളുകയും CMRL നൽകിയിരുന്ന, അതായത് ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയിരുന്ന ഹർജി തള്ളുകയും അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും CMRL ഉദ്യോഗസ്ഥരുടെയും വീടുകളിലടക്കം അടിയന്തരമായി റെയ്ഡുമായി ED പോവുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേ ആവശ്യപ്പെട്ട് തന്നെയാണ് CMRL സമീപിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഈ SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല എന്നതിലുള്ള സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഇതിനായി CMRLന് വേണ്ടി വാദിക്കാൻ സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം CMRLനെ സംബന്ധിച്ചിട്ട് CMRLന്റെ പിന്നിലുള്ളത് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് ആണ്. വീണ തൈക്കണ്ടിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നതാണ് എന്നാണ് EDയുടെ വാദം. ED നടത്തിയിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള പണമിടപാടിൽ ഏത് തരത്തിലാണ് കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്നുള്ളതാണ് EDയുടെ പരിശോധന. പ്രത്യേകിച്ചും 2019 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL മാസപ്പടി നൽകുന്നു എന്നുള്ള കാരണം കണ്ടെത്തിയത്. അതിന് IT സേവനങ്ങൾ നൽകുന്നു എന്നായിരുന്നു എക്സാലോജിക് സൊല്യൂഷന്റെ വാദം. അങ്ങനെയായിരുന്നു. പക്ഷേ IT സേവനങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക് സൊല്യൂഷൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ വീണയ്ക്ക് 5 ലക്ഷം രൂപയും കമ്പനിക്ക് മുഴുവൻ 5 ലക്ഷം രൂപയും അതിൽ 3 ലക്ഷം രൂപ വീണയ്ക്കും 2 ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻസിന്റെയും അക്കൗണ്ടിലാണ് പോയത് എന്നാണ് കണ്ടെത്തിയ SFIO. അതുകൊണ്ട് തന്നെ ഈ 1.8 എന്നുള്ളത് 2.8 കോടി രൂപയുടെ 8.3 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം ഇടപാടുകൾ അത് മാത്രമല്ല എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL കമ്പനി തിരിച്ചടവില്ലാതെ 50 ലക്ഷത്തോളം രൂപ ലോൺ അനുവദിച്ചിരിക്കുന്നു. ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് എന്നുള്ളതാണ് EDയുടെ സംശയം. അത്തരം സംശയങ്ങളിലേക്ക് കൂടി ED വിരൽ ചൂണ്ടുന്ന ED അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം സാധ്യമാകുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും EDയുടെ ഭാഗത്തുനിന്നും. അതേസമയം വീണ വിജയന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം HDFC ബാങ്കിന്റെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തത്. അതിൽ 1.5 ലക്ഷം രൂപയായിരുന്നു ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന. ആ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും മറ്റ് അക്കൗണ്ടുകളിലേക്കും മറ്റു പണമിടപാടുകളും ED പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റെയ്ഡിനിടെ നടന്നിട്ടുള്ള ഡിജിറ്റൽ ED റെയ്ഡിനിടെ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസുകളിൽ വീണയുടെ ഫോണുമുണ്ട്. ആ ഫോൺ പരിശോധന വീണയുടെ പ്രസൻസിൽ വെച്ച് വേണോ അതല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കുമോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമാകാനുണ്ട്. എന്തായാലും വീണയ്ക്ക് അതുപോലെ CMRLന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് ED. വീണ്ടും വീണയെ നോട്ടീസ് അയച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വീണ വിധേയമാകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ED നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.